നമ്മുടെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാണ് കഴിക്കുമ്പോൾ. അത് കാണുന്ന നമുക്ക് അതിലധികം സന്തോഷമാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ ഒരു കുട്ടി ഐറ്റമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ദോശമാവുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ദോശമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഞാൻ ഇതുപോലെ ഓരോ സ്പൂണ് ദോശ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടി കുട്ടി ദോശ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്രൈ പാൻ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ദോശയൊക്കെ ഉണ്ടാകുന്ന ഫ്രൈ പാൻ ആണെങ്കിൽ അതിലേക്ക് ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഒഴിച്ചു വലിയൊരു ഒരു തവി വീതം ദോശമാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പരത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒഴിച്ചു എന്ന് മാത്രം. ഇനി അതിലേക്ക് അത് മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ വീതം അടിപൊളി നെയ്യ് കേട്ടോ, പശു നെയ്യ്, അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര ഓപ്ഷനിലാണ്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ തേൻ ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പോൾ ഒഴിക്കണ്ട, ലാസ്റ്റ് തേൻ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ താഴ്ഭാഗം ഓക്കെ ആയിട്ടുണ്ട്, മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ പോലെ ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? നല്ല ഭംഗിയില്ല, കാണുന്നത് പോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സൈഡും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നുകൂടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഫ്രണ്ട് പോർഷന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്ന് മുരിയണം പോലെ ആവണം കേട്ടോ. ഇതേപോലത്തെ കളർ ആവണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എടുക്കാവുന്നതാണ്, പാനിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗം കുറച്ചൊരു സോഫ്റ്റും താഴ്ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദോശമാവല്ലേ, അതിൽ ഇത്തിരി നെയ്യും പഞ്ചസാരയുടെ എന്താ ടേസ്റ്റ് എന്നല്ലേ? പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കും ഇഷ്ടമാവും, നമ്മുടെ കുട്ടികൾക്കും അതിലേറെ ഇഷ്ടപ്പെടും. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.